മന്ത്രിമാരുടെ ആ ദൃശ്യം ആണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് ഈ സ്ഥലത്താണ് ആളുകൾ കൂട്ടത്തോടെ വിലപിച്ചുകൊണ്ടിരുന്നത്. അവരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത്തരത്തിലൊക്കെ അതായത് NDTV ഇപ്പം 38 എന്ന് ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഒരു കൗണ്ട് വെച്ച് സംഖ്യ, ഒരു ഇലക്ഷൻ കൗണ്ടിങ്ങോ പോലെയൊക്കെ ഒരു മരണസംഖ്യ കൂട്ടിയോ ഇത്തിരി കഴിഞ്ഞാണെങ്കിലും പറഞ്ഞാൽ സാരമില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത് അത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും തമിഴ്നാടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ലേഖകരുള്ള വിപുലമായ സംവിധാനമുള്ള ഒരു ചാനൽ ന്യൂസ് മലയാളത്തിന് തമിഴ്നാട്ടിലുമുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ചില ആശങ്കാകരമായ വിവരങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഔദ്യോഗികമായ സ്ഥിരീകരണത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. 36 എന്നാണ് മരണസംഖ്യയെ സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സർക്കാർ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് വരെയും അത്തരത്തിൽ തന്നെ ആയിരിക്കും നമ്മുടെ സ്ക്രീനിൽ അത് തുടരുക. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും ഭയപ്പെടേണ്ട കാര്യം മരണസംഖ്യ ചിലപ്പോൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലാണ് ആളുകളുടെ പരിക്ക് എന്നുള്ളതാണ്. അഞ്ജലി, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നടൻ വിജയ് കുപ്പികൾ എറിഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ചെയ്തൊരു നല്ല പ്രവൃത്തിയാണ്. കാരണം അദ്ദേഹത്തെ കാണാനായി തിങ്ങിക്കൂടിയവരുടെ ഇടയിലേക്ക് അവർക്ക് ദാഹിക്കുന്നു, അല്ലെങ്കിൽ ദേഹാസ്വാസ്ഥ്യം വരുന്ന സമയത്ത് അദ്ദേഹം ഒരു വെള്ളം കൊടുത്ത് സഹായിക്കുന്നു. പക്ഷേ അദ്ദേഹം ചിന്തിച്ചില്ല, അദ്ദേഹം ഒരു വലിയ നടനാണ്, വലിയ ആരാധകരുള്ള ഒരു നടനാണ്, അദ്ദേഹം ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. സ്വാഭാവികമായിട്ടും TVKയെ സംബന്ധിച്ച് ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. TVKയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ വളരെ ആഴത്തിൽ ബാധിക്കുന്ന ഒരു ദുരന്തം തന്നെയല്ലേ ഇത്? അഞ്ജലി, തമിഴ്നാട്ടിലെ വലിയ റാലികളിലൊക്കെ ഉള്ള ഒരു ശൈലി തന്നെയാണിത്. പൂമാലകളും ചെണ്ടുകളും ഷോളുകളും ഒക്കെ ആളുകൾക്കിടയിലേക്ക് എറിഞ്ഞു കൊടുക്കുക എന്നുള്ളത്. വളരെ പ്രശസ്തമായ ശ്രീപെരുമ്പത്തൂരിലെ ചിത്രം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സ്ഫോടനം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് രാജീവ് ഗാന്ധി ഒരു പൂമാല ജനക്കൂട്ടത്തിനിടയിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. തമിഴ്നാട്ടിലെ വലിയ സമ്മേളനങ്ങളുടെയൊക്കെ ഒരു പൊതുരീതിയാണ്. കിട്ടുന്ന പൂമാലയോ കിരീടമോ ഒക്കെ ആളുകൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കും. ഇത് പക്ഷേ അങ്ങനെയല്ല. അവിടെ ഒരു ചെറിയ ഒരു ഉന്തും തള്ളും അല്ല, ആളുകൾ ഫെയിൻ്റായിട്ട് ബോധക്ഷയം വന്ന് വീണുകൊണ്ടിരിക്കുന്നു ശ്വാസം കിട്ടാതെ. അങ്ങനെയൊരു സ്ഥലത്തേക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യർ കയ്യിലുള്ള വെള്ളക്കുപ്പികൾ ഇട്ടുകൊടുക്കുമല്ലോ. വിജയ് അങ്ങനെ ചെയ്തതാണ്. പക്ഷേ അത് ആയിരക്കണക്കായ മനുഷ്യരാണ്. അത്ര വലിയ ഒരു സ്റ്റാമ്പേഡാണ്, അതിൻ്റെ തുടക്കമാണ് അവിടെ തുടങ്ങിയത്. വിജയുടെ കയ്യിൽ നിന്നാണ് ആ കുപ്പി പുറപ്പെടുന്നത്. അത് കൈക്കലാക്കാൻ വേണ്ടി അവിടെ തിക്കും തിരക്കും ഉണ്ടാകും. അത് ചിലപ്പോൾ ആ നിമിഷം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല എങ്കിലും അടിസ്ഥാനപരമായ ഒരു കുപ്പിയേറിൽ തുടങ്ങിയതാണോ ഈ പ്രശ്നം എന്ന് ചോദിച്ചാൽ അല്ല. അതിനു മുമ്പേ ഈ പ്രശ്നം തുടങ്ങിയിരുന്നു. ഈ കുപ്പി എറിഞ്ഞതോടുകൂടി അത് കുറച്ച് രൂക്ഷമായിട്ടുണ്ടാകാം എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം വന്ന ദൃശ്യങ്ങളിൽ നിന്ന് അത് വളരെ വ്യക്തമല്ല. ഇപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഫീഡിൽ, തമിഴ്നാട് ഫീഡിൽ വരുന്ന വസ്ത്രങ്ങളും ചെരുപ്പുകളും ഒക്കെ അവിടുത്തെ ഇടുങ്ങിയ മതിലുകൾക്കിടയിൽ ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടൻ തന്നെ അത് സ്ക്രീനിൽ എത്തിക്കാൻ പറ്റും നമുക്ക്. അങ്ങനെയാണ് ഈ കുപ്പിയേറിൻ്റെ കാര്യം ഉണ്ടായത്. അടിസ്ഥാനപരമായ പ്രശ്നം അതൊന്നുമല്ല, ഇതിൻ്റെ സംഘാടന പിഴവ് തന്നെയാണ്. ആളുകളെ, ഇത്രയധികം ആളുകളെ ഇപ്പോൾ നമ്മൾ പണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തൊക്കെ കേട്ടിട്ടുള്ള ജാലിയൻ വാലാബാഗ്, ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ പോലും ഒരു ചെറിയ സ്ഥലത്തേക്ക് ആ സ്ഥലത്തിന് ഉൾക്കൊള്ളാവുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ വരുന്നു. അവിടെ നിന്ന് ഒരു ചെറിയ സ്ഥലത്തുനിന്നൊരു വീഴ്ച സംഭവിക്കുന്നു. ആ വീഴ്ചയുടെ മുകളിലേക്ക് ആളുകൾ വീണ് അതിന് താഴെ പെട്ടവർ നുറുങ്ങി മരിക്കുന്ന ഭീതിതമായ അവസ്ഥ, അതാണ് അവിടെ സംഭവിച്ചത്. ഇത് മുൻകൂട്ടി കാണാൻ ആ സംവിധാനത്തിനാകണമായിരുന്നു. അവിടുത്തെ ഭരണ സംവിധാനം, അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനും പോലീസിനുമൊക്കെ ഇത് ഇൻ്റലിജൻസ് സംവിധാനവും രഹസ്യാന്വേഷണ സംവിധാനവും ഒക്കെ ഉണ്ടല്ലോ, ഇത്രയധികം ആളുകൾ എത്തും എന്നുള്ളത്. 1:30 നേരത്തെ പറഞ്ഞതുപോലെ പരിപാടി പറഞ്ഞിരുന്നത്. 10 മണി മുതൽ അവിടെ ആളുകൾ. தலைவர் விஜய் அவர்கள் சொல்லொண்ணாத துயரத்தில் இன்றைக்கு ஆழ்ந்திருக்கிறார். கரூரில் நடைபெற்ற தேர்தல் பரப்புரையின் போது ஏற்பட்ட குழப்பம் இந்த நள்ளிரவு நேரத்திலும் நிறுத்தப்பட்டிருக்கிறார்கள். அது பானிபூரி உள்ளிட்ட பல்வேறு கடைகள் இருந்த பகுதி. விஜய் பேசிய இடத்திலிருந்து சரியாக ஒரு 50 மீட்டர் தூரத்திலே தான் இந்த இடமானது இருக்கின்றது. நாம் திரையில பார்க்கலாம். தற்போது காவல்துறையினர் அதனை சீஸ் செய்திருக்கின்றார்கள்.
ഈ ഒരു സാഹചര്യത്തിൽ നിരവധി രാഷ്ട്രീയ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരാണ് വിമർശനങ്ങളുമായും തങ്ങളുടെ അനുശോചനമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പരിപാടി ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും അപകടത്തിൽ മരിച്ചവർക്ക് TV-ക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമൊക്കെ നടൻ വിശാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും രാഷ്ട്രീയ പരിപാടികളിൽ വേണ്ട മുൻകരുതൽ ഉണ്ടാകണമെന്നുമൊക്കെ വിശാൽ അടക്കമുള്ള ചലച്ചിത്ര താരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുജിത് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. സുജിത് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു 38 എന്നൊരു സംഖ്യയിലേക്ക് മരണസംഖ്യ ഉയർന്നു എന്ന് വേണം കരുതാൻ. 38 എന്നുള്ള ഏതാണ്ട് സ്ഥിരീകരണം വരുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥിരീകരണം ഉടൻ തന്നെ വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. 2 പേർ കൂടി മരിച്ചു എന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അപകടത്തിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഉടൻ തന്നെ നമ്മുടെ സ്ക്രീനിലും എഴുതി കാണിക്കുമായിരിക്കും. 04321 256 302. 2 നമ്പറുകളുണ്ട്. അത് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതിപ്പോൾ ഉടൻ തന്നെ கருப்பு வேற லைவ் எடுக்கிறாங்க இப்போ. അപകട സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ സഹോദര സ്ഥാപനമായ ന്യൂസ് തമിഴ് ലേഖകർ ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻമാർ അവിടെ പകർത്തിക്കൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ അടുത്തൊരു പാനിപൂരി കടയോട് ചേർന്നിട്ടാണ് ഇത് ഈ ഒരു സ്റ്റാമ്പേഡ് തുടങ്ങിയതെന്നും മറ്റുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നോക്കൂ, ചിതറിക്കിടക്കുന്ന ആ ഷോളുകൾ മൊത്തം അവരുടെ കൊടിയടയാളങ്ങളാണ്. പിങ്ക് നിറത്തിലുള്ള കൊടിയാണല്ലോ TV-ക്കയുടേത്. അങ്ങനെ TV-ക്കയുടെ കൊടിയും ഒക്കെ പുതച്ച് വന്ന ആളുകളാണ്. നോക്കൂ, മരങ്ങളിൽ കയറി മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വരെ ആളുകൾ താഴേക്ക് വീണിട്ടുണ്ട്. എത്ര വലിയ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി ഇപ്പോൾ കാണുന്നത് ഈ ഫോണിൻ്റെ, അതായത് ലാൻഡ് ഫോണിൻ്റെ ഒരു കൺട്രോൾ ബോക്സ്, ഈ ജോയിൻറ്റ് ബോക്സ് കാണാറില്ലേ, അതേപോലെ ഒരു ബോക്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മുകളിലേക്കൊക്കെ ആളുകൾ വീണിട്ടോ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് തള്ളിയിട്ടോ ഒക്കെ ആവാം. അതൊക്കെ തകർന്ന് കിടക്കുകയാണ്. മനുഷ്യ ശരീരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് വാഹനമൊന്നും ഇടിച്ച് തകർന്ന സ്ഥലമല്ല, മനുഷ്യർ കയറി നിന്നിട്ടുണ്ടായ അവരുടെ ഒരു തിക്കിലും തിരക്കിലുമാണ് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ആ സ്ഥലത്തുണ്ടായതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യാപ്തി എത്ര വലുതായിരിക്കും. സ്ഥലമൊക്കെ പോലീസ് ഇപ്പോൾ സീൽ ചെയ്തിരിക്കുകയാണ്. ചെരുപ്പുകളും കൊടികളും TV-ക്കയുടെ കൊടികളും ഷോളുകളും അവിടെ ആകെ ചിതറിക്കിടക്കുന്നത് കാണാം. ഈ വന്ന ആളുകളിൽ എത്ര പേരാണ് ആശുപത്രിക്കുള്ളിൽ ചികിത്സയിലുള്ളത്, അതാരൊക്കെയാണ്, മരിച്ചത് ആരൊക്കെയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും ഈ നിമിഷം വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ കാണാതായവരെ, ഈ പരിപാടിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലെത്താത്തവരെ, ഒരുപക്ഷെ മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടാകാം, കാണാതായവരെ ഒക്കെ തേടി ആളുകൾ കൂട്ടത്തോടെ ആശുപത്രിയിലേക്ക് എത്തുന്നു. സ്വന്തം പ്രിയപ്പെട്ടവർ മരിച്ചോ ഇല്ലയോ എന്നറിയാതെ ഈ രാത്രി, ഈ ഭീതിതമായ രാത്രി അവർക്ക് തള്ളി നീക്കേണ്ടി വരുന്നു. ആ വേദന നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരുന്നു. അങ്ങനെ ഈ വേദനയുടെ രാത്രി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അവിടെ പോസ്റ്റുകളൊക്കെ മറിഞ്ഞു വീണ വിഷ്വൽ അവിടെ നിന്ന് കാണുന്നുണ്ട്. ഇതെല്ലാം തത്സമയ ദൃശ്യങ്ങളാണ്. നമ്മുടെ തമിഴ്നാട് ചാനലിൻ്റെ, നമ്മുടെ സഹോദര സ്ഥാപനത്തിൻ്റെ വീഡിയോ ജേർണലിസ്റ്റുകൾ അവിടുന്ന് പകർത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.